മാത്സ്യൂണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്നത് വ്യഞ്ജിത്രങ്ങളിൽ ഇതുവരെ എക്സാമിന് വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളെയുമാണ്. അപ്പോൾ ഓരോ വ്യഞ്ജിത്രവും ഏത് തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ഇന്ന് നിങ്ങൾ കാണുന്ന എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും ഒന്നിച്ച് തന്നെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ധാരണ വെച്ചിട്ട് അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ആദ്യം തന്നെ പിന്നീട് നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് ഓരോരോ ചിത്രവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിൻ്റെ ചെറിയൊരു ക്ലാസ്സാണ്. ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഈ ചോദ്യങ്ങളുടെ ആൻസർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പല വീഡിയോസ് നമ്മൾ ഇറക്കുന്നുണ്ട്. കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് മാത്സ്യൂണിലെ ചാനലിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ സമയം കളയുന്നില്ല, നേരിട്ട് ക്ലാസ്സിലേക്ക് പോകും. വെൻ ഡയഗ്രം, വെൻ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. 10ലധികം ചോദ്യങ്ങൾ നിങ്ങൾക്കിതിൽ പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ ഈ വെൻ ചിത്രത്തിൻ്റെ പ്രത്യേകത ആദ്യം നിങ്ങൾക്കൊന്ന് ഞാൻ സൂചിപ്പിച്ചു തരാം. അതായത് ഒന്നിലുള്ളതെല്ലാം വേറൊന്നിലുള്ളതാണെങ്കിൽ അതിങ്ങനെയാണ് വരിക. ഒന്നിലുള്ളതെല്ലാം വേറൊന്നിൽ ഉണ്ടെങ്കിൽ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം വെണ്ടക്ക എന്ന് പറയുന്നത് ഒരു പച്ചക്കറിയിൽപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ വെണ്ടക്ക എന്താണ്? പച്ചക്കറിയാണ്. അപ്പോൾ എല്ലാ വെണ്ടക്കയും പച്ചക്കറിയിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് പച്ചക്കറിയും, അതായത് പച്ചക്കറി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ്, പച്ചക്കറിയും ഇത് വെണ്ടക്കയായാൽ ഇത് അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഒന്നിലുള്ള, അതായത് പച്ചക്കറികളും വെജിറ്റബിളും അതേമാതിരി ലേഡീസ് ഫിംഗർ, നമ്മൾ വെണ്ടക്ക എന്ന് പറയുന്നതും ഉണ്ടാകുമ്പം എന്താണ്, ഒന്ന് വരുന്നതെല്ലാം വേറൊന്നിൽ മുഴുവനും ഉള്ളതാണെങ്കിൽ ഈ ഒന്നിൻ്റെ മേലെ രണ്ട് വരും. ഇനി ഇതിനെപ്പറ്റി വേറൊന്ന് പറയുക. ഇപ്പോൾ ഇത് നമ്മുടെ കണ്ണൂർ ജില്ല എന്ന് വിചാരിച്ചോ. കണ്ണൂർ ജില്ല കേരളത്തിലുള്ളതാണ്, കേരളം ഇന്ത്യയിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇത് കണ്ണൂർ ജില്ല, ഇത് കേരളം, ഇത് ഇന്ത്യ ആവുമ്പോൾ അത് ഈ മോഡൽ വരും. ഒന്നില്ല, അതായത് കണ്ണൂർ ജില്ല കേരളത്തിലുള്ളതാണ്, കണ്ണൂർ ജില്ല മുഴുവൻ കേരളത്തിലുണ്ട്. അതേപോലെ കേരളം മുഴുവൻ ഇതിൽ വരുന്നത് ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്നിലുള്ളതെല്ലാം മറ്റൊന്നിൽ വരികയാണെങ്കിൽ ഈ മോഡലിലാണ് ചിത്രങ്ങൾ വരിക. ഓക്കെ, അത് കറക്റ്റായി. ഇനി നമുക്ക് രണ്ടെണ്ണത്തിൽ കോമൺ ആയിട്ട് വരുന്നതുണ്ട് വിചാരിച്ചോ. രണ്ടെണ്ണത്തിൽ കോമൺ ആയിട്ട് വരികയാണ് എങ്കിൽ അതിന് നമ്മൾ സൂചിപ്പിക്കുക ഇങ്ങനെയായിരിക്കും. രണ്ടെണ്ണത്തിനും പൊതുവായിട്ട് വരുന്നതായിട്ടുണ്ടെങ്കിൽ, അപ്പോൾ രണ്ടെണ്ണത്തിൽ പൊതുവായി എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് എങ്ങനെയുള്ളവരുണ്ടാവാം? സിംഗർമാരുണ്ടാവാം, സിംഗർമാരായിട്ടുള്ള ടീച്ചേഴ്സും ഉണ്ടാവാം. പക്ഷേ എല്ലാ ടീച്ചേഴ്സും സിംഗർമാരാവണമെന്നില്ല, എല്ലാ സിംഗേഴ്സും ടീച്ചേഴ്സ് ആവണമെന്നില്ല, ഇല്ലല്ലോ. അപ്പോഴങ്ങനെയുള്ള കേസിൽ വരുമ്പോൾ ഈ രണ്ടിന് കോമൺ ആയിട്ടുള്ളത് വരും. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഭാഗം എന്തിനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൽ ടീച്ചറായിട്ടുള്ള സിംഗേഴ്സ് ഉണ്ടാവും, സിംഗറായിട്ടുള്ള ടീച്ചേഴ്സും ഉണ്ടാവും. അതായത് രണ്ടും അറിയുന്നവരാണ് ഇവിടെ വരിക. ഇതറിയാത്തവർ ബാക്കി ടീച്ചേഴ്സിൽ നിൽക്കും. ഏതായത് ടീച്ചർ അല്ലാത്ത സിംഗേഴ്സ് ഇവിടെ വരും, ടീച്ചറും സിംഗറും ആവുന്നവർ ഇവിടെ വരും. അപ്പോൾ ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഒന്നിലുള്ളതെല്ലാം വരുമ്പോൾ ഒന്ന് റൗണ്ടിൻ്റെ മേലെ മറ്റൊരു റൗണ്ട് വരും. ഇത് വരുമ്പം ഈ തരത്തിൽ വരും. ഇനി വേറൊരു തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് നമ്മൾക്കൊരു ഈ തരത്തിലൊക്കെയാണ് നമ്മൾ ഒരു വരയോ ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവും. നമുക്ക് ഇങ്ങനെ തന്നതിൽ നമ്മൾക്ക് പറയാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇത് നമ്മൾ വെണ്ടക്ക എന്ന് പറയുന്ന പച്ചക്കറി. അപ്പോൾ അത് പച്ചക്കറിയാന്നേരം ഇങ്ങനെ വരും. അപ്പോൾ ഈ ഉള്ളിലുള്ളത് വെണ്ടക്കേനെ വേണ്ട, തക്കാളി. ഓക്കെ, അത് എന്തു ആവാം നമുക്ക്. ടൊമാറ്റോ എന്ന് പറയുന്ന തക്കാളി എടുക്കുക. ഇത് ടൊമാറ്റോ ആണെന്ന് വിചാരിച്ചാൽ ഇത് വെജിറ്റബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാ ടൊമാറ്റോയും എന്താണ്? വെജിറ്റബിളാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇത് വരുന്നു. എന്നാൽ ഇതിൻ്റെ കൂടെ ഉപ്പ്
സോൾട്ടാണ് നമുക്ക് തരുന്നതെങ്കിൽ എന്തല്ല, സോൾട്ട് വെജിറ്റബിളിൽ പെട്ടതല്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ്, ഇത് വേറെ വരും. അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക? ടൊമാറ്റോ, പിന്നെ വെജിറ്റബിള്, പിന്നെ സോൾട്ട്, ഈ 3 എണ്ണമാണ് തന്നിട്ടുള്ളതെങ്കിൽ അവയുടെ റിലേഷൻ ഈ തരത്തിലാണ് വരിക. ഒന്നിലുള്ളത് വേറൊന്നിലേക്ക്, ഉള്ളതെല്ലാം വേറൊന്നു, എന്നാലും മൂന്നാമത്തതിന് ഇതിന് യാതൊരു ബന്ധവും ഇല്ലാത്തതായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറൊരു തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മൾക്കറിയാം ഫുട്ബോള്, ക്രിക്കറ്റ്, ഗെയിം അല്ലെങ്കിൽ പ്ലേ, നമുക്ക് കളികളായിട്ട് ഗെയിംസ് ആയിട്ട് പറയാം. എന്തെല്ലാം ഉണ്ട്? ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത? ഫുട്ബോൾ എല്ലാം ക്രിക്കറ്റ് അല്ല, ക്രിക്കറ്റ് അല്ല ഫുട്ബോൾ അല്ല, അവർ വേറെ കണക്ഷൻ ഒന്നുമില്ല. എന്നാൽ ഫുട്ബോള് ഗെയിമിൽ പെട്ടതാണ്, ക്രിക്കറ്റ് ഗെയിമിൽ പെട്ടതാണ്, ആണല്ലോ. അപ്പോൾ ഫുട്ബോള് എന്ന് പറയുന്നത് ഗെയിം, ഫുൾ ഗെയിമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഫുട്ബോള് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഗെയിം എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഇനിയോ ക്രിക്കറ്റും ഗെയിമാണ്, അപ്പോൾ ക്രിക്കറ്റ് ഇവിടെ വരും, ഉള്ളിൽ വരും. ക്രിക്കറ്റ് കളി ഫുൾ ഗെയിമാണല്ലോ, അപ്പോൾ ക്രിക്കറ്റ് ഇവിടെ വരും, ക്രിക്കറ്റ് വരും. ഇവിടെ ഗെയിം കളികൾ വരും. അപ്പോൾ ഫുട്ബോള് ക്രിക്കറ്റ് കളി എന്ന് പറയുന്ന സമയത്ത് ഗെയിമിൽ പെട്ടതാണ് ഫുട്ബോളും ക്രിക്കറ്റും. എന്നാൽ ഇവർ തമ്മിൽ കോമൺ ആയിട്ട് ഒന്നുമില്ല. ഏകദേശം ജനറലായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കേണ്ടത്. ഇനി വേറൊരു തരത്തിലും പലതരത്തിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്ന സമയത്ത് അത് ഞാൻ കൂടുതലായിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 27 അവിടെ നമ്പർ ഉണ്ട്. ആ 27 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മാംഗോ, ഫ്രൂട്ട്സ്, വീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാംഗോ, ഫ്രൂട്ട്സ്, വീറ്റ്. ഇത് നോക്കൂ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, മാംഗോ എന്ന് പറയുന്നത് ഫ്രൂട്ട്സിൽ പെട്ടതാണ് അല്ലേ? കോമൺ അല്ല, എല്ലാം മുഴുവൻ പെട്ടതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? മാംഗോ, നമുക്ക് 27 ആൻസർ പറയുമ്പോൾ ഇത് മാംഗോ ആണെങ്കിൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇതിൽ വരും. ഉള്ളിലെത്തത് മാംഗോ, ഇത് ഫ്രൂട്ട്സ്. ഓക്കെ ഓക്കെ, മലയാളത്തിൽ പറഞ്ഞാൽ മാങ്ങ, പഴങ്ങൾ, ഗോതമ്പ് എന്നാണ്. മാങ്ങ, പഴങ്ങൾ, ഗോതമ്പ്. അപ്പോൾ പഴവർഗത്തിൽ പെട്ടതാണ് മാങ്ങ. എന്നാൽ വീറ്റ്, ഗോതമ്പ് എന്ന് പറയുന്നത് പഴവർഗത്തിൽ പെട്ടതല്ല, ഫ്രൂട്ട്സിൽ പെട്ടതല്ല. അപ്പോൾ അതെന്ത് വേണം? അത് വേറെ തന്നെയായിട്ട് വരും. അപ്പോൾ 27 ആൻസർ ഏതാണ് വരിക? ഈ മോഡൽ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട്, അതാണ് അതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 28. അതിലെന്താ പറഞ്ഞത്? മെയില്, ഫാദേഴ്സ്, ബോയ്സ്. മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് പുരുഷന്മാർ, അച്ഛൻ, ആൺകുട്ടികൾ എന്നുള്ളതാണ്. അപ്പോൾ പുരുഷന്മാർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ബോയ്സ് മെയിലാണ്, ഫാദേഴ്സും മെയിലാണ്. ബോയ്സും മെയിലാണ്, ഫാദേഴ്സും മെയിൽ. മെയിൽ ഫീമെയിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ബോയ്സ് മെയിലാണ്, അതേപോലെ തന്നെ ഫാദേഴ്സും മെയിലാണ്, രണ്ടാളും മെയിലാണ്. അപ്പോൾ എങ്ങനെയാണ് വരിക? മെയിൽ എന്ന് പറയുന്ന വലിയ ഒരു നമ്മൾ എടുത്താൽ ഇത് മെയില്, മെയിൽ എന്ന് പുരുഷന്മാർ, മലയാളത്തിൽ പുരുഷന്മാർ എന്ന് എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് വരുന്നതൊക്കെ ആരൊക്കെയാണ് വരുന്നത്? അച്ഛൻ, ആൺകുട്ടികൾ, ഫാദേഴ്സ്, ബോയ്സ്. ഫാദേഴ്സ്, ബോയ്സ് എന്ന് പറയുമ്പോൾ ഫാദേഴ്സ്, ബോയ്സ് എന്ന് പറയുമ്പോൾ ഇവർക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫാദേഴ്സ് വേറെയാണ്, ബോയ്സ് വേറെയാണ്, പക്ഷെ അതെല്ലാം മെയിലാണ്. അപ്പോൾ എന്താണ് നമുക്ക് വരിക? അത് ഇതിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ വരും. ഇത് ഫാദർ, ഇത് ബോയ്സ്. നോക്കൂ, ബോയ്സ് എല്ലാം മെയിലാണ്, ഫാദേഴ്സ് എല്ലാം മെയിലാണ്. എന്നാൽ ഫാദേഴ്സിനും ബോയ്സിനും കോമൺ ആയിട്ട് ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അവിടെ കാണാം. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ വരിക. ആൻസർ ബി ആണ് വരിക. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഇനി 29th എന്താണെന്ന് നമുക്ക് നോക്കാം. ലിക്വിഡ്, പെട്രോളിയം, ഡീസൽ എന്നുള്ളതാണ്.
ദ്രാവകം, പെട്രോളിയം, ഡീസൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ദ്രാവകം അറിയാലോ, ലിക്വിഡ് എന്ന് അറിയാലോ. പെട്രോളിയം എന്നാണ് പറഞ്ഞത്, പെട്രോൾ എന്നല്ല പറഞ്ഞത്, പെട്രോളിയം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡീസൽ എന്താണ്? ഡീസൽ ഒരു ലിക്വിഡാണ്. അപ്പോൾ ഡീസൽ ലിക്വിഡ് ആയതുകൊണ്ട് ഇത് ഡീസലിനെ നമ്മൾ എടുത്താൽ നമുക്ക് ഇതിന് നമ്മൾ ഡീസലാക്കി, ഇത് ഡീസലായിട്ട് നമ്മൾ എഴുതിയാൽ നമ്മൾക്ക് ഇവിടെ എന്തെഴുതാം? ലിക്വിഡ് ആക്കിയിട്ട് എടുക്കുക. കാരണം എന്താ? എല്ലാ ഡീസലും ലിക്വിഡാണ്. അപ്പം ഈ തരത്തിൽ വരും. എന്നാൽ എല്ലാ പെട്രോളിയവും ലിക്വിഡ് ആവണമെന്നില്ല. പെട്രോളിയം പ്രൊഡക്ട്സ് എന്ന് കേട്ടിട്ടില്ലേ? അതിൽ ഗ്യാസിൻ്റെതും ഉണ്ട്. പെട്രോളിയം പ്രൊഡക്ട്സ് പെട്ടതാണ് ലിക്വിഡ്. അപ്പോൾ എന്താണ് ഈ പെട്രോളിയം പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിൽ ഡീസൽ വരും, ബാക്കി ലിക്വിഡിൻ്റെ ഫോം അതിലുണ്ട്, പിന്നെ എന്ത് വരും? അല്ലാത്തതുണ്ട്. അപ്പോഴെങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരിക? നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം, ഇങ്ങനെ വരുന്ന ഒരു ആൻസർ. ഇങ്ങനെ വരുന്ന ആൻസറാണ് എന്ത് വരിക? പെട്രോളിയം വരിക. അതിന് നമുക്ക് എങ്ങനെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? നോക്കൂ, ഇതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അതായത് പെട്രോളിയം എന്ന് പറയുന്നതിൽ ആര് പെട്ടു? ഡീസൽ പെട്ടു, പിന്നെ ഏത് പെട്ടു? അതേപോലെ തന്നെ ബാക്കിയുള്ള നോൺ ഗ്യാസിൻ്റെ പെട്ടു, നോൺ ലിക്വിഡും പെട്ടു. അപ്പം ലിക്വിഡാണ് പെട്രോളിയം, ഈ ലിക്വിഡിൻ്റെ അകത്താണ് ഫുൾ ആവുന്നതെങ്കിൽ പെട്രോളിയം പ്രൊഡക്റ്റിൽ ആരുണ്ട്? പെട്രോളിയം പ്രൊഡക്റ്റിൽ ലിക്വിഡ് അല്ലാത്തതുമുണ്ട്. അതുകൊണ്ടാണ് എന്ത് വന്നത്? ഇതിലും ഭാഗമായി, ഈ ലിക്വിഡിൻ്റെ ഇതിലും ഭാഗമായി ഇതിൻ്റെ പുറത്തേക്കും കൂടെ വരണം. ഇതല്ലാത്തതും ഉണ്ടാവും. ഇവിടെ ഗ്യാസ് ഐറ്റം വരും. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഡി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഐഡിയ മനസ്സിലായല്ലോ? ഇനി പെട്രോൾ എന്നാണ് പറഞ്ഞതെങ്കിലോ, പെട്രോൾ ആണ് പറഞ്ഞതെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ വരില്ല. പെട്രോൾ ആണെങ്കിൽ വരിക ഇത് എന്ത് വരും? ലിക്വിഡ് വരും. ഇത് പെട്രോൾ എന്ന് പറയുന്നത് ലിക്വിഡാണ്, ഡീസൽ എന്ന് പറയുന്നത് ലിക്വിഡാണ്. അപ്പോൾ പെട്രോളും വരും, ഡീസലും വരും. അത് കോമൺ ആക്കിയിട്ട് എടുക്കാനും പറ്റില്ല. ഇത് പെട്രോൾ ആണെങ്കിലാണ്, പെട്രോൾ ശ്രദ്ധിക്കണം, പെട്രോളിയല്ല, പെട്രോൾ ആണെങ്കിൽ അത് മിക്ക കുട്ടികൾക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മളുടെ ക്വസ്റ്റ്യൻ പെട്രോളിയമാണ്. പെട്രോളിയത്തിൽ ലിക്വിഡും നോൺ ലിക്വിഡും പെടും. ഓക്കെ, ഡീസലിൻ്റെ ഇതും പെടും. അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഓപ്ഷനും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ആൻസർ എഴുതുന്നത് കേട്ടോ. നെക്സ്റ്റ് നിങ്ങൾക്ക് അവിടെ നമ്പർ കാണാം. ഇത് നേരത്തെ വന്നിട്ടുള്ള പരീക്ഷയ്ക്ക്, NMMS പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഓരോ വർഷത്തിലെ ക്വസ്റ്റ്യനാണ് നമ്പറൊക്കെ അങ്ങനെ മാറി വരുന്നത്. അടുത്തത് കണ്ടോ, ഹോക്കി, ക്രിക്കറ്റ്, ഗെയിംസ്. ഈ ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്തൊക്കെയാണ്? ഹോക്കി, ക്രിക്കറ്റ്, ഗെയിംസ്. നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. ഹോക്കിയും ക്രിക്കറ്റും തമ്മിൽ കോമൺ ആയിട്ട് ഒന്നുമില്ല. ഹോക്കി ഗെയിംസിൽ പെട്ടതാണ്, ക്രിക്കറ്റും ഗെയിംസിൽ പെട്ടതാണ്. അപ്പോൾ എന്താ? ഗെയിംസിൽ പെട്ടതാണ് ഹോക്കിയും ക്രിക്കറ്റും. ഗെയിംസാണ് പുറത്ത് വരുന്നത്. അപ്പോൾ ഈ മോഡലാണ് നമ്മുടെ ചിത്രം വരിക. എങ്ങനെ? വലിയൊരു റൗണ്ട്, അതിനകത്ത് രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 90ൻ്റെ ആൻസർ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണും. നാലാമത്തത് ആൻസർ 4 അതിൻ്റെ വരുന്നത്. ഇനി നമുക്ക് അവിടെ കാണുന്നത് നിങ്ങൾ 88 എന്നുള്ള നമ്പറിൽ കാണാം. ഞാൻ പറഞ്ഞില്ലേ നമ്പർ വേറൊരു ഓർഡറിൽ ഇട്ടതാണ്. 88 എന്ന് പറയുന്ന ഓർഡറിൽ കാണുമ്പോൾ എന്താ? പ്രാവുകൾ, പക്ഷികൾ, പശുക്കൾ, പീജിയൻസ്, ബേഡ്സ്, കൗസ്. അപ്പോൾ എന്താണ് അവിടെ വരുന്നത് നോക്കിക്കേ. പ്രാവുകൾ, പക്ഷികൾ. എല്ലാ പ്രാവും എന്താണ്? എല്ലാ പീജിയനും, അതായത് എല്ലാ പീജിയൻസും അല്ലെങ്കിൽ എല്ലാ പ്രാവുകളും എന്താണ് നമുക്കറിയാം? ബേഡ്സിൽ പെട്ടതാണ്, പക്ഷികളിൽ പെട്ടതാണ്. അപ്പോൾ ഇത് പീജിയൻ എന്ന് പറഞ്ഞാൽ പ്രാവ് ഇവിടെ വരും. ഇതെന്ത് വരും? ബേഡ്സ് വരും. ഓക്കെ, പിന്നെ എന്താണ്? കൗസാണ്. കൗസ് പശുക്കളാണ്. പശുക്കൾ പക്ഷികളിൽ വരില്ലല്ലോ, ഇതിലൊന്നും വരില്ല. അപ്പോൾ എവിടെ കൊടുക്കണം? അതിനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ റൗണ്ടിൽ ഇത് വന്നിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇതാണ് കൗസ്, പശുക്കൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ എത്രാമത്തെ ഉണ്ട് അവിടെ? 1 തന്നെയാണ് ആൻസർ. അപ്പോൾ 88ാമത്തെ ആൻസർ നമുക്ക് കിട്ടുന്നത് 1 നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് പറയുന്നത് ഓക്കെ ഇനി ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് നമ്പർ 81 81ൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ചിത്രം, റേഡിയോ, ടെലിവിഷൻ എന്നാണ്. അതായത് പിക്ചർ, റേഡിയോ, ടെലിവിഷൻ എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് അവിടെ 81ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും റേഡിയോയും ടെലിവിഷനും നമുക്ക് ഒരു ബന്ധമില്ല. റേഡിയോ വേറൊരു ഉപകരണമാണ്, ടെലിവിഷൻ വേറൊരു ഉപകരണമാണ്, അത് തമ്മിൽ ബന്ധമില്ല. ഈ ചിത്രത്തിന് എന്തെങ്കിലും ആയിട്ട് ബന്ധമുണ്ട് നോക്കുക. ചിത്രം ഏതിലുണ്ടാവും? ചിത്രം ടെലിവിഷനിൽ ചിത്രം ഉണ്ടാവും, ടെലിവിഷനിൽ അല്ലാത്ത ചിത്രവും ഉണ്ടാവും. ചിത്രം ടെലിവിഷനിലുണ്ടാവും, ടെലിവിഷനിലല്ലാത്ത ചിത്രം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ചിത്രത്തിനെ നമുക്ക് ചിത്രം, അതായത് പിക്ചർ എന്ന് പറയുന്നതിനെ നമുക്ക് പിക്ചറായിട്ട് എടുക്കാം. നമുക്ക് ടെലിവിഷനിലും എന്തുണ്ട്? പിക്ചർ ഉണ്ട്. ഓക്കെ, ടെലിവിഷനിലും പിക്ചർ ഉണ്ട്. ഓക്കെ, എന്നാൽ റേഡിയോ എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുക? വേറെ തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ടെലിവിഷനിൽ ചിത്രം ഉണ്ടല്ലോ, ഉണ്ട്, പിക്ചറിൽ ചിത്രമുണ്ട്. ഓക്കെ, സമ്മതിച്ചു. ടെലിവിഷനിലല്ലാത്ത ചിത്രങ്ങളും കാണുമല്ലോ, അതുകൊണ്ടാണ് ഈ തരത്തിൽ വന്നത്. ഓക്കെ, എല്ലാ ചിത്രങ്ങളും ടെലിവിഷനിൽ ചിത്രങ്ങളാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ടെലിവിഷനിലും ചിത്രങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ മോഡലിലേക്ക് അത് വന്നത്. ഓക്കെ, ഓപ്ഷൻ കൂടെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ആൻസർ എ ആണ് വരിക. ഓക്കെ, ഇനി 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്? ബോയ്സ്, പാരൻസ്, ക്ലാസ്. ആൺകുട്ടികൾ, രക്ഷാകർത്താക്കൾ, ക്ലാസ് എന്നുള്ളതാണ്. ആൺകുട്ടികൾ, രക്ഷാകർത്താക്കൾ, ക്ലാസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കോമൺ ഉണ്ടോ നോക്കിയാൽ? ഈ ബോയ്സിനും രക്ഷാകർത്താക്കളും എന്തെങ്കിലും കോമൺ ഉണ്ടോ? രണ്ടിലും വരുന്നവരാണോ? ബോയ്സ് ആയിട്ടുള്ള രക്ഷാകർത്താക്കൾ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ എന്ത്? ബോയ്സ് വേറെ, രക്ഷാകർത്താക്കൾ വേറെ. പിന്നെ ക്ലാസ്, ഈ ബോയ്സിനും ക്ലാസ്സിനും കോമൺ ആയിട്ടൊന്നും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ക്ലാസ് നമുക്ക് ഇവിടെ വരും. ഇത് ബോയ്സ് വരും, ഇത് പാരൻസ് വരും, പിന്നെ എന്താ പറയുന്നത്? ഇത് ക്ലാസ് എന്ന് പറയുന്നത് വരും. ഓക്കെ, ഇനി 83ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്. 83ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞറിയോ? അധ്യാപകർ, വിദ്യാഭ്യാസമുള്ളവർ, തൊഴിലുള്ളവർ, ടീച്ചേഴ്സ്, എഡ്യൂക്കേറ്റഡ്, എംപ്ലോയിഡ്. അപ്പം നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ടീച്ചേഴ്സ് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് അല്ലേ? അപ്പോൾ ടീച്ചേഴ്സ് ആയിട്ടുള്ളവരെല്ലാവരും എന്താണ്? ടീച്ചേഴ്സിനെ ടി എന്ന് വിളിക്കാം. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. ഈ എന്ന് പറഞ്ഞ അർത്ഥം മലയാളത്തിൽ പറഞ്ഞാൽ ടീച്ചേഴ്സ് എന്ന അധ്യാപകരായിട്ടുള്ളവരെല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ വിദ്യാഭ്യാസമുള്ളവരുടെ ഉള്ളിലാണ് എന്ത് വരുന്നത്? അധ്യാപകർ വരുന്നത്. ഇനി അധ്യാപകരല്ലാത്തവരുണ്ട്, അതുകൊണ്ടാണ് ഇതിന് പുറത്ത് കുറച്ച് സ്ഥലം ഉണ്ടായത്. ഓക്കെ, മൂന്നാമത്തെ എന്താ? തൊഴിലുള്ളവർ എന്നാണ് പറഞ്ഞത്. തൊഴിലുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തൊഴിലുള്ളവർ എന്ന് പറയുമ്പോൾ എന്താ വരിക? ടീച്ചേഴ്സിന് എന്തുണ്ട്? തൊഴിലുണ്ട്. ഓക്കെ, തൊഴിലുള്ളവരിൽ ടീച്ചേഴ്സ് പെടുന്നു. പിന്നെ ഈ ടീച്ചേഴ്സ് അല്ലാത്ത എംപ്ലോയീസ് കൂടി ഉണ്ടാവുമല്ലോ, അവരും എന്താണ്? തൊഴിലുള്ളവരാണ്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എ ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. എന്തുകൊണ്ട്? ശ്രദ്ധിക്കൂ, ടീച്ചേഴ്സ് എല്ലാവരും വിദ്യാഭ്യാസം എഡ്യൂക്കേറ്റഡ് ആണ്. തൊഴിലുള്ളവർ എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരിൽ എംപ്ലോയീസ് ഉണ്ടാവും. ഈ ടീച്ചേഴ്സ് ആയിട്ടുള്ളവരിലും എന്തുണ്ട്? എംപ്ലോയീസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇവരെല്ലാത്തവരിലും എന്തുണ്ട്? മറ്റ് എംപ്ലോയി ഉണ്ടാവുമല്ലോ, മറ്റ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുണ്ടാവും. അത് ടീച്ചേഴ്സ് അല്ലാത്തവരെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് എഡ്യൂക്കേറ്റഡ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കണം, ടീച്ചേഴ്സ് ഇത് എഡ്യൂക്കേറ്റഡ് ആണ്, ഇതാണ് എഡ്യൂക്കേറ്റഡ്, ഇത് എംപ്ലോയിഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ എ വരും. ഓക്കെ, 84ാമത്തത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണത്? ആഴ്ച, ദിവസം, വർഷം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് സിമ്പിളായിട്ട് പറയാൻ പറ്റും. വർഷത്തിൽ വരുന്നതാണ് എന്ത്? ആഴ്ചകൾ. ആഴ്ചയിൽ വരുന്നതാണ് എന്ത്? ദിവസങ്ങൾ. ദിവസം ഏതിലുണ്ടാവും?
ആഴ്ചയിലുണ്ടാവും. അപ്പോൾ 84-ാമത്തതിൻ്റെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്ത്? ഡേയ്സ് അല്ലേ? വീക്ക്, ഡേയ്സ്, ഇയർ എന്നാണ്. ഈ ഡേ എന്ന് പറയുന്നത്, ദിവസം എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്? വീക്കിൽ വരുന്നതാണ്. വീക്ക് ആഴ്ചയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം WEEK. അടുത്ത കാര്യം എന്താണ്? എല്ലാ ആഴ്ചകളും ഏതിൽ വരുന്നതാണ്? വർഷത്തിൽ വരുന്നതാണ്, ഇയേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് എന്ത് കിട്ടും? ഇയർ എന്ന് കിട്ടും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അതിൽ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വസ്ത്രം, സാരി, ഷർട്ട്. അതായത് ക്ലോത്ത്, സാരി, ഷർട്ട്. ക്ലോത്ത്, സാരി, ഷർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സാരിയും ഷർട്ടും ക്ലോത്ത് പെട്ടതാണ്. എന്നാൽ സാരിയും ഷർട്ടും തമ്മിൽ കണക്ഷൻ ഇല്ല. സാരിയും ക്ലോത്തും സാരിയും ഷർട്ടും ഏതിൽ പെട്ടതാണ്? സാരിയും. അതേതാ? ഞാനിവിടെ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ഇവിടെ എഴുതുകയാണ്. 85-ാമത്തത് എന്താണ് ഇവിടെ വരുന്നത്? ഇവിടെ ഇത് ക്ലോത്ത്, വസ്ത്രം, ക്ലോത്ത്. ഇനി സാരിയാണ് ഇവിടെയുള്ളത്, ഷർട്ടാണ്. സാരിക്കും ഷർട്ടിനും കോമൺ ആയിട്ടില്ല. ഇത് സാരി, ഇത് ഷർട്ട്. ഓക്കെ, അതെല്ലാം ക്ലോത്തിൽ വരുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ് അതിൻ്റെ ആൻസർ. അത് എത്രാമത്തതാണ് വരിക? അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുക D എന്ന് പറയുന്ന ഓപ്ഷനാണ് കിട്ടുക. ഇതിൻ്റെ ഓപ്ഷൻ D ആണ് വരിക. ആൻസർ D. അതേപോലെ 84-ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. നിങ്ങൾക്ക് അവിടെ കണ്ടിട്ടുണ്ടാവും, C ആണ്. പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10-ലധികം ചോദ്യങ്ങൾ നമ്മൾ ഇപ്പം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഓരോരു വെൻ ഡയഗ്രാം ചിത്രം കാണുമ്പോഴും അത് ഏത് തരത്തിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നേടിയിട്ടുണ്ടാവും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ ഐറ്റവുമായി വീണ്ടും കാണാം. ബൈ.